ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ, സോഷ്യൽ മീഡിയയിൽ നമുക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു പ്രത്യേക വിഭാഗക്കാർ തന്നെയായിരുന്നു LGTVയുടെ ആളുകൾ. LGTVയുടെ ആളുകളെ മറ്റുള്ളവരെ നെഞ്ചിലേറ്റുന്നത് പോലെ നമ്മൾ നെഞ്ചിലേറ്റാറില്ലായിരുന്നു. എന്നാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ വരവോടുകൂടി അതിന് വലിയ മാറ്റം സംഭവിച്ചു. ഈ ഒരു സീസണിൽ നമ്മൾ കണ്ടതാണ് LGTVയുടെ ആളുകളെ സാക്ഷാൽ ലാലേട്ടൻ പോലും വീട്ടിൽ കയറ്റാൻ തയ്യാറാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം തിളങ്ങി നിൽക്കുന്ന രണ്ട് ദമ്പതികൾ, അതെ, ലെസ്ബിയൻ ദമ്പതികളായ ആദിലയും നൂറയും, ഒപ്പം തന്നെ ആഷിഖും ജാസിയും, അതേ ലെസ്ബിയൻ ട്രാൻസ്ജെൻഡർ ദമ്പതികൾ. സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം പോലും ഇവരുടെ വീഡിയോസ് കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തതാണ്, ട്രാൻസ്ജെൻഡേഴ്സ് ദമ്പതികളായ ആഷിഖും ജാസിയും തമ്മിൽ വേർപിരിയുന്നു. ആഷിഖിന്റെ ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടിരിക്കുന്നു. ആഷിഖിന്റെ ഉമ്മയുടെ അടുത്തേക്ക് ആഷിഖ് മടങ്ങിപ്പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടതാണ്. ജാസി എന്ന് പറയുന്ന ആ ഒരു പഹയൻ ആഷിഖിനെ ഉപേക്ഷിച്ച് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങിയെന്നൊക്കെ നമ്മൾ കേട്ടു. എന്നാൽ ആഷിഖിന്റെ ഉമ്മയും ബന്ധുക്കളെയും ഏറെ ദുഃഖിപ്പിക്കുന്ന ആ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അതേ, ആഷിഖും ജാസിയും തമ്മിൽ നിയമപരമായി വിവാഹം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. വിവാഹ തീയതിയും മണ്ഡപവും തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നു. ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി വീഡിയോ കാണുന്നവർ, ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്നവർ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കല്യാണം ഞാൻ വൈകിക്കാൻ കാരണം ഞങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഹാപ്പി ആയിട്ട് വെച്ചാൽ മതി എന്ന രീതിയിലാണ് കുറച്ചും കൂടെ അങ്ങനെ വൈകിപ്പിച്ചത്. പിന്നെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഒരുപാട് പേരെ വിളിക്കാനുണ്ട്. എനിക്ക് ഒരാൾ മിസ് ചെയ്ത് പോകരുത്. ഇപ്പോഴും ഞാൻ ലിസ്റ്റിംഗ് എനിക്ക് ഓർമ്മയിൽ വരുന്ന ആൾക്കാരൊക്കെ ലിസ്റ്റിംഗ് ഇട്ടോണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ എല്ലാം അഫ്കോഴ്സ് എന്തായാലും വിളിക്കും. നിങ്ങൾ എല്ലാവരും വിളിക്കും. ഒരാൾക്കൊരു എക്സ്പ്രഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും കല്യാണത്തിന് എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിൽ ഒന്നാമത് ഉമ്മ മാത്രമേ ഉള്ളൂ, പിന്നെ ഇത്തമാരൊക്കെ. അപ്പൊ അവര് എന്തായാലും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഫ്രണ്ട്സുകളും ആയിട്ടുള്ളൊരു കല്യാണമായിരിക്കും. ഫാമിലീസ് ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. രണ്ടുപേരെ ഫാമിലീസ് ഉണ്ടാവില്ല. രണ്ടുപേർക്കും ഫാമിലീസ് ഉണ്ട്, പക്ഷെ രണ്ടുപേരെ ഫാമിലീസും ഉണ്ടാവില്ല കല്യാണത്തിന്. നമ്മളെ ഫ്രണ്ട്സുകളും നമ്മളെ വെൽവിയേഴ്സ്, നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്നേഹിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ മാത്രമേ അതൊക്കെ ഓക്കെ. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചല്ല ജീവിക്കുന്നത്, അതൊക്കെ കുഴപ്പമില്ല. ആദ്യം എന്റെ വീട്ടിലും ഇതേപോലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാം നമ്മുടെ സ്നേഹം, നമ്മളെ ഒരു ഇതൊക്കെ കണ്ടിട്ട് നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല, അക്സെപ്റ്റ്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടില് സ്ത്രീ ആയിട്ട് തന്നെയാണ് പോകുന്നതും വരുന്നതും ഒക്കെ. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് വലിയ സംഭവമാണ്. അതായത് ഓള് പറയുന്നത് ആദ്യമൊക്കെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും കല്യാണത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് വീട്ടിലുണ്ടായിരിക്കുന്നു. ഓളുടെ ഉമ്മയടക്കം ബന്ധുക്കളടക്കം കല്യാണത്തിന് സമ്മതം മൂളിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയാണ് ഓള് പങ്കുവെക്കുന്നത്. ആഷിഖിന്റെ വീട്ടിൽ മാത്രമാണ് എതിർപ്പുള്ളത്. ഓളുടെ വീട്ടിലെ സർവരും സമ്മതം മൂളിയിരിക്കുന്നു. വലിയ സന്തോഷകരമായ കാര്യം തന്നെയാണ്. LGTVയുടെ ആളുകളെ സംബന്ധിച്ച് LGTV പ്രതിനിധികൾ ഇതിനോടകം തന്നെ ഈ ഒരു സന്തോഷം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ആണും പെണ്ണും തമ്മിലുള്ള വിവാഹ ജീവിതത്തെ എതിർത്ത കള്ളഹിമാറുകൾ ഇപ്പോൾ സത്യം മനസ്സിലാക്കി തിരിച്ചറിവുണ്ടായി അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ദീർഘനാളുകൾക്ക് ശേഷം വീട്ടിൽ അംഗീകാരം ലഭിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? അത് LGTVക്കാരുടെ ഇടയിൽ ചില ചതികൾ ഉണ്ടായി എന്നാണ് ഓള് പറയുന്നത്. എന്താണത്? കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അത് പുറകിൽ നിന്ന് നല്ല കുത്തു തന്ന കുറെ ആൾക്കാരുണ്ട്. എന്റെ കമ്മ്യൂണിറ്റിയിൽ അടക്കം എനിക്കറിയാം. അത് എന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എനിക്കറിയില്ല, ഭയങ്കര എന്നെ നെഗറ്റീവ് ആക്കിയിട്ട് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആയിരുന്ന കുറെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവരൊന്നും വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അല്ലാണ്ട് എന്നെ സ്നേഹിക്കുന്ന, എന്നെ ചേർത്ത് വിളിക്കുന്ന കുറച്ച് കമ്മ്യൂണിറ്റി ആൾക്കാരുണ്ട്. അവരെല്ലാവരും തീർച്ചയായിട്ടും ഈ ലിസ്റ്റ് കല്യാണത്തിന് വിളിക്കുന്നവരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞു, അതിൽ മെയിൻ ആളുകൾ ആരൊക്കെയായിരിക്കും? നമ്മുടെ ഒരുപാട് പേരുണ്ട് എന്റെ സോഷ്യൽ മീഡിയയിൽ. എനിക്ക് എന്നെ കാണുന്ന ആൾക്കാർ ഒരുപാട് പേര്, എന്റെ ബെസ്റ്റ് സുഹൃത്തുക്കൾ, നല്ല വെൽവിഷർ ഉണ്ട്. അപ്പൊ അവരൊക്കെ വിളിക്കും. കാരണം എനിക്കറിയില്ല, നമ്മളെ ഈ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ഞാൻ ആസ് എ ട്രാൻസ് വുമൺ ആണ്. പക്ഷെ ഒരാള് ഒരു പടിക്ക് മുകളിൽ കയറുമ്പോ അല്ലെങ്കിൽ ഒരാള് ഇതാവുമ്പോ അത് ഇഷ്ടപ്പെടാത്ത കുറച്ച് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോ അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല. വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ്. അതേ, ദീർഘനാളുകൾക്ക് ശേഷം, ദീർഘനാളത്തെ പ്രയത്നത്തിന് ശേഷം വീട്ടിൽ അംഗീകാരം നേടിയെടുത്തപ്പോൾ തന്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെ, അതായത് LGTVക്കാരുടെ ഇടയിൽ തന്നെ ചില ഭിന്നാഭിപ്രായങ്ങൾ, പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടി, അതായത് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ LGTVക്കാരുടെ ഇടയിൽ ഉണ്ടായെന്നാണ് പറയുന്നത്. തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. LGTVക്കാരുടെ ഒത്തൊരുമ നമ്മൾ പലകുറി കേട്ടതാണ്, കണ്ടതാണ്. അത്തരത്തിലൊരു അവസ്ഥ LGTVക്ക് ഉണ്ടായത് വളരെ ക്ഷീണം തന്നെയാണ് ഭാരവാഹികൾക്ക്. വലിയ
ദേഷ്യത്തിലാണ്. കല്യാണത്തിന് പോലും അത്തരം ആളുകളെ കമ്മ്യൂണിറ്റി ആയിട്ട് കൂടി അത്തരം ആളുകളെ വിളിക്കാൻ താല്പര്യമില്ലെന്നാണ് അവൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും അത്തരം ആളുകൾ ആരാണ്? LGTBയുടെ ഉള്ളിൽ തന്നെ അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ, അത്തരം കുഴിത്തുരുമ്പുകൾ ഉണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ തീർച്ചയായും ദിയാസന ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നിട്ടിറങ്ങേണ്ടത് തന്നെയാണ് അല്ലേ? എന്താണ് ഗോൾഡാണോ ഇഷ്ടം, ഡയമണ്ട് ആണോ ഇഷ്ടം? എന്താണ് കാരണം? അതിലേക്ക് എങ്ങനെ ഗോൾഡാണോ ഡയമണ്ട് ആണോ? രണ്ടും ഇഷ്ടം. നോക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഏത് ഗോൾഡാണോ ഡയമണ്ടാണോ? എനിക്കത് ഗോൾഡ് വരുന്നത് ലക്ഷണം കണ്ടിട്ട് ദമ്പതികൾ ആ ഒരു കല്യാണത്തിനുള്ള LGTBയിൽ വരാൻ പോകുന്ന ആ ഒരു വലിയ കല്യാണത്തിനുള്ള ഡയമണ്ട് ഒക്കെ എടുക്കുന്ന തിരക്കിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LGTBയെ സംബന്ധിച്ച് ഇത് വലിയൊരു വിജയം, വലിയ നേട്ടം തന്നെയാണ്. എന്നിരിക്കെ തന്നെ അതിനിടയിൽ ഇത്തരം കുഴിത്തിരിമ്പുകൾ ഉണ്ടാവുന്നത് വലിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ജാസി എന്ന് പറയുന്ന ഈ ഒരു പഹയൻ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം LGTBയുടെ ആളുകളെ എല്ലാം മറന്ന് ജനങ്ങൾ അംഗീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതായത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നു. LGTBയുടെ ആളുകൾ ആണും കല്യാണം കഴിക്കുക, പെണ്ണും കല്യാണം കഴിക്കുക ഒരു തരത്തിലും നമുക്ക് വെച്ചുറപ്പിക്കാൻ പറ്റാത്ത ഹറാമായിട്ടുള്ളൊരു പ്രവൃത്തിയായിരുന്നു. എന്നാൽ അതൊക്കെ മാറി വലിയ രീതിയിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? വരും ദിവസങ്ങളിൽ കൂടുതൽ കല്യാണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പ്രണയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? അതിനിടയിലും ജാസി നടത്തിയ ഈ ഒരു വെളിപ്പെടുത്തൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വളരെ അത്യാവശ്യം തന്നെയാണ്. LGTBയെ പോലെ ഒത്തൊരുമയുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് LGTBയുടെ മീറ്റിംഗ് എല്ലാ ദിവസവും മറൈൻ ഡ്രൈവിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. മറ്റുള്ള സംഘടനയെ പോലെയല്ല എല്ലാ ദിവസവും മീറ്റിംഗ് കൂടുന്ന ഒരു സംഘടന. എന്നാൽ അവരുടെ പ്രവർത്തന രീതി വ്യവസ്ഥരായി ൊക്കെയാണ് അവിടെ മീറ്റിങ്ങുകൾ കൂടുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ പോലും അത്തരത്തിലുള്ള ഒരു ഒത്തൊരുമയുള്ള ഒരു വിഭാഗക്കാർ തന്നെയാണ് LGTB. സോ തീർച്ചയായും ഗെയിം ചേഞ്ചർ റിയാസ് സലീം ഉൾപ്പെടെയുള്ള LGTBയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടതാണ്. കുത്തിത്തിരിപ്പുകാരെ പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കേണ്ടത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആഷിഖിന്റെ ഉമ്മയെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. തന്റെ മകനെ തിരിച്ചു കിട്ടാൻ യാതൊരു സാധ്യതയുമില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കല്യാണവുമായി പൊരുത്തപ്പെട്ട് ജാസി എന്ന് പറയുന്ന അവളുടെ ഫാമിലി അംഗീകരിച്ചതുപോലെ ഉമ്മയും അംഗീകരിക്കാൻ നിർബന്ധിതനാകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുന്നു. എനിവേ നിങ്ങൾ എങ്ങനെയാണ് ഈ കാണുന്നത്? ആഷിഖിന്റെ ഉമ്മ പൊരുത്തപ്പെട്ട് മരുമകളായി ജാസി എന്ന് പറയുന്ന ഓളെ അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? LGTBക്കാരുടെ ഇടയിലുണ്ടായ ഈ ഒരു കുത്തിത്തിരിപ്പ് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.